പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയ സന്ദർശനം തുടരുന്നു. നമീബിയയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിഷ്യ മിറാബിലിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. നമീബിയയുടെ പരമോന്നത പുരസ്കാരം സ്വീകരിക്കുന്നതിൽ അഭിമാനമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏതൊരു അംഗീകാരവും അത് രാജ്യത്തിനു കൂടി ലഭിക്കുന്നതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, എന്തായാലും പ്രധാനമന്ത്രിയുടെ 5 രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ദിവസമാണ് നമീബിയയിൽ എത്തിയത്. പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നമീബിയയിൽ കിട്ടിയത്. ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിക്ക് നമീബിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിഷ്യ മിറാബിലിസ് പുരസ്കാരം സമ്മാനിച്ചത്. അത് 1990 നമീബിയ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമാണ് ഈ വിശിഷ്ട സേവനത്തെയും നേതൃത്വത്തെയും അംഗീകരിക്കുന്നതിന് വേണ്ടി 95 ഇങ്ങനെ ഒരു പുരസ്കാരം അവർ ഏർപ്പെടുത്തിയത്. ഇത് നമീബിയയിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു സസ്യത്തിന്റെ പേരാണ് ഈ വെൽവിഷ്യ മിറാബിലിസ്. അതിന്റെ പേരിലാണ് ഈ പുരസ്കാരം അവർ നൽകുന്നത്. എന്തായാലും ഈ പുരസ്കാരം നന്നതിന് നമീബിയയുടെ പ്രസിഡന്റിനോടും അവിടുത്തെ ജനങ്ങളോടും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ പേരിൽ ഈ അവാർഡ് സ്വീകരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് പ്രസിഡന്റുമായും പ്രധാനമന്ത്രി നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ ആരോഗ്യം, ഊർജ്ജം, അതേപോലെ തന്നെ ധാതുഖനനം പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടന്നിരുന്നു. 4 കരാറുകളിൽ ഈ രാജ്യങ്ങളും തമ്മിൽ ധാരണയുമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം യുറാനിയം പോലുള്ള ധാതുക്കളാണ്. ഇത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. കൂടാതെ പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലും സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഇരു രാജ്യങ്ങൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഈ അവാർഡ് പുരസ്കാരം വാങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നന്ദി സൂചകമായി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമീബിയ. ഇന്ത്യയിലും വജ്ര വ്യാപാരം വളരെ വലുതാണ്. തന്റെ സംസ്ഥാനമായ ഗുജറാത്തും അത്തരത്തിലൊന്നാണ്. അതുപോലെ തന്നെ ശോഭിക്കട്ടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നാണ് പ്രധാനമന്ത്രി ഒടുവിൽ പറഞ്ഞത്. ശരി, എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയ സന്ദർശനത്തിനിടെയാണ് നമീബിയയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്.